ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർക്ക് ആദരമർപ്പിച്ച് രാഷ്ട്രം. ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെങ്ങും ആഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന വിഷു, ബൈശാഖി അടക്കമുള്ള ആഘോഷവേളകളിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം വേദനയുളവാക്കുന്നതായും ജാതി വിവേചനത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഗ്നിശമന സേനാംഗങ്ങളുടെ സമർപ്പിത സേവനങ്ങൾക്കുള്ള അംഗീകാരമായി ഇന്ന് അഗ്നിശമന സേനാ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ബാബാ സാഹിബ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജന്മവാർഷിക ദിനം. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമൂഹ സൃഷ്ടിയായിരുന്നു അംബേദ്കറുടെ ദർശനം. ഭരണഘടനയുടെ രൂപകൽപ്പനയിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിത്തറ പാകി. ഗുജറാത്ത് ലോക്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുഷ്പാർച്ചന നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, കേന്ദ്രമന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പാർലമെന്റ് വളപ്പിലെ പ്രേരണാസ്ഥലിൽ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് കേരള ലോക്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനാകും. നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിലയം മേധാവി AG ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബൈശാഖി, വിഷു ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പല പേരുകളിൽ ആഘോഷിക്കുന്ന കൊയ്ത്തുത്സവം സമ്പന്നമായ സാംസ്കാരിക കാർഷിക വൈവിധ്യത്തിന്റെ തെളിവാണെന്നും അന്നദാതാക്കളായ കർഷകരെ ആദരിക്കുന്നതിനുള്ള അവസരമാണെന്നും രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് ഈ ഉത്സവങ്ങളെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിഷുക്കണി ദർശനത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. നാളെ പുലർച്ചെ 1 മണിക്കൂറാണ് കണി കാണാൻ അവസരമുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. നാളെ വിഷുപ്പുലരിയിൽ ഗുരുവായൂർ കണ്ണനെ കണികണ്ട് സായുജ്യം നേടാൻ നിരവധി ഭക്തജനങ്ങളാണ് ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയെത്തുക. ഗുരുവായൂരിലെ വിഷുക്കണി ഏറെ പ്രശസ്തവും അതിപ്രധാനവുമാണ്. വിഷുക്കണി ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് വിഷുക്കണി ദർശനം ഒരുക്കിയിരിക്കുന്നത്. ശ്രീകോവിലിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കുന്ന ഭക്തർക്കുള്ള ദർശനം രാവിലെ 7 മുതലായിരിക്കും ആരംഭിക്കുക. തിരക്കേറിയാൽ നെയ്വിളക്ക് ദർശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തും. ശബരിമലയിൽ നാളെ പുലർച്ചെ 4 മുതൽ 7 മണി വരെ വിഷുക്കണി ദർശനം. ഇന്ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷുക്കണിയൊരുക്കും. വിഷുക്കണി ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് കൈനീട്ടവും നൽകും. തിരക്ക് കണക്കിലെടുത്ത് സന്നിധാനത്ത് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തളർത്തുന്ന ചൂടിലും പാലക്കാട് വിഷു വിപണി സജീവമാണ്. കൂടിയ ചൂടും വർദ്ധിച്ച വിലയും ഒന്നും വകവയ്ക്കാതെ വിൽപ്പന കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. കണിവെള്ളരിയും ഓട്ടുരുളിയും ചക്കയും മാങ്ങയും മത്താപ്പും കമ്പിത്തിരിയും പടക്കങ്ങളുമൊക്കെയായി വിഷു വിപണിയിൽ വിൽപ്പന പൊടിപൊടിക്കുകയാണ്. ഇന്നലെ തന്നെ വിപണികളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷു വിപണിയിൽ വിലവർധനയുണ്ടെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. ചക്കയാണ് വിലയിൽ മുന്നിൽ. 250 രൂപ വരെയാണ് ഒരു ചക്കയുടെ ഇന്നത്തെ വില. കണിവെള്ളരിക്ക് മിക്കയിടങ്ങളിലും കിലോയ്ക്ക് 40 രൂപയാണ് വില. പച്ചക്കറികൾക്കും വില കൂടിയിട്ടുണ്ട്. അതേസമയം വില കൂടുതൽ വിൽപ്പനയെ ബാധിച്ചിട്ടില്ലെന്നാണ് പാലക്കാട് വലിയങ്ങാടിയിലെ കച്ചവടക്കാർ പറയുന്നത്. ഇന്ന് അവധി ദിനമായതിനാൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കൂടുമെന്ന പ്രതീക്ഷയിലുമാണ് ഇവിടുത്തെ കച്ചവടക്കാർ. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ വിവിധയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് തൃത്താല, മലപ്പുറം പൊന്നാനി, ഇടുക്കി മൂന്നാർ, പത്തനംതിട്ട കോന്നി എന്നിവിടങ്ങളിലാണ് അൾട്രാ വയലറ്റ് സൂചിക ഏറ്റവും ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പിൽ പറയുന്നു. പകൽ 10 മണി മുതൽ 3 മണി വരെ വെയിലേൽക്കുന്നത് ഒഴിവാക്കുക.
ഉയർന്ന ചൂടിന് സാധ്യതയുള്ളതിനാൽ 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടക്കാനും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നതിന്റെ ഭാഗമായി വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ 15 നാവിക കപ്പലുകൾ അമേരിക്ക വിന്യസിച്ചു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ അവസാനിക്കുന്നതിന് മുൻപ് ഇറാൻ കരാറിന് സന്നദ്ധമായില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ സൂക്ഷിക്കാൻ അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കും. ഡൽഹി ഡെറാഡൂൺ സാമ്പത്തിക ഇടനാഴി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 213 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി 12,000 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 6 വരി ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹി ഡെറാഡൂൺ യാത്രാസമയം 2.5 മണിക്കൂറായി കുറയും. വന്യജീവി ഇടനാഴിയുടെ അവലോകനം നടത്തുന്ന അദ്ദേഹം ഡെറാഡൂണിലെ ജയ് മാതാ കാളി ക്ഷേത്രവും സന്ദർശിക്കും. നയരൂപീകരണത്തിലും തീരുമാനമെടുക്കൽ പ്രക്രിയകളിലും വനിതകൾ സജീവ പങ്കാളിത്തം വഹിക്കുമ്പോൾ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനുള്ള പ്രയാണം ശക്തിപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 16-ന് നാരീശക്തി വന്ദൻ അധിനിയമവുമായി ബന്ധപ്പെട്ട സുപ്രധാന ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്ത് പാസാക്കാൻ പാർലമെന്റ് ചേരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കോളേജിൽ തെളിവെടുപ്പ് നടത്തി. പ്രിൻസിപ്പലിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമാണ് തെളിവെടുപ്പ് നടത്തിയത്. തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശിയായ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അത്യന്തം വേദനയുളവാക്കുന്ന സംഭവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുരോഗമന കേരളത്തിന് അംഗീകരിക്കാനാകാത്ത വാർത്തകളാണ് മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നതെന്നും ജാതി വിവേചനം ഉൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ദേശീയ അഗ്നിശമന സേനാ ദിനം. സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന അഗ്നിശമന സേനാംഗങ്ങളുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ഈ രംഗത്ത് വീരമൃത്യു വരിച്ചവർക്ക് പ്രണാമം അർപ്പിക്കുന്നതിനുമാണ് ദിനാചരണം. 2024 ജൂലൈയിൽ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയിയെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം നടത്തിയ സ്കൂബ ഡൈവിംഗ് സംഘത്തിലെ അംഗം സുഭാഷ് KB ആകാശവാണി വാർത്തകളോട്. ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാദൌത്യം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതായിരുന്നു. ഏകദേശം 300 മീറ്ററോളം അടഞ്ഞുകിടക്കുന്ന ടണലിനുള്ളിലൂടെ തിരച്ചിൽ നടത്തുക എന്ന ദൗത്യം ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. 1-2 ലോഡോളം വരുന്ന വേസ്റ്റ് കംപ്ലീറ്റ് നീക്കം ചെയ്തതിന് ശേഷമാണ് നമുക്ക് ടണലിന്റെ എൻട്രൻസ് കാണാൻ കഴിഞ്ഞത് തന്നെ. ഏകദേശം 1.5 ദിവസത്തെ തിരച്ചിലിന് ഒടുവിലാണ് ജോയിയെ കണ്ടെത്താനായത്. ഭാഗ്യവശാല് ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നത് ദുഃഖകരമാണ്. ഇത്തരം രക്ഷാപ്രവർത്തന മേഖലയിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സേനാംഗങ്ങൾ സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും പ്രവർത്തിക്കേണ്ടി വരാറ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. കോഴിക്കോട് മൂഴിക്കലിൽ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ചേവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 16-കാരിയെയും 20-കാരനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. ആശുപത്രി കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ മരുന്നുകൾ സൂക്ഷിച്ച ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് രോഗികളെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ആർക്കും കാര്യമായ പരിക്കില്ല. AC-യിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കരിഞ്ചന്തയിൽ വിൽക്കാൻ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 38 വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ കൊല്ലം കല്ലുവാതുക്കൽ നിന്ന് സിവിൽ സപ്ലൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തു. ഇവ ചാത്തന്നൂരിലെ ഗ്യാസ് ഏജൻസി ഗോഡൌണിലേക്ക് മാറ്റി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിളവെടുപ്പ് ഉത്സവങ്ങൾക്ക് തുടക്കമായി. തമിഴ്നാട്ടിൽ ചിത്തിര മാസപ്പിറവിയായ ഇന്ന് പുതുവത്സരം ആഘോഷിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർക്ക് ആദരമർപ്പിച്ച് രാഷ്ട്രം. ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെങ്ങും ആഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന വിഷു, ബൈശാഖി അടക്കമുള്ള ആഘോഷവേളകളിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം വേദനയുളവാക്കുന്നതായും ജാതി വിവേചനത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഗ്നിശമന സേനാംഗങ്ങളുടെ സമർപ്പിത സേവനങ്ങൾക്കുള്ള അംഗീകാരമായി ഇന്ന് അഗ്നിശമന സേനാ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.